പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിൽ മലയാളത്തിൽ വിഷു ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏപ്രിൽ 15 വരെ രാജ്യത്ത് വിവിധ ആഘോഷങ്ങൾ നടക്കുന്നു. ഉത്സവങ്ങൾ രാജ്യത്തിന്റെ വൈവിധ്യത്തിലെ ഐക്യത്തെ സൂചിപ്പിക്കുന്നു എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आज और अगले कुछ दिनों में नववर्ष शुरू हो रहे हैं. मुझे अलग अलग भाषाओं में लोगों ने शुभकामनाएं भेजी हैं. हमारे एक साथी ने लिखा है, एल्लावरक्कुम विशु आशम शगल. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ മറ്റിരുന്നു. ബൽറാം, വിഷു ആശംസകൾക്കപ്പുറം മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് എന്തൊക്കെയാണ്? ഹാഷ്മി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലാണ് അദ്ദേഹം മലയാളത്തിൽ വിഷു ആശംസകൾ നേർന്നത്. വിഷു അടക്കമുള്ള വിവിധ ആഘോഷങ്ങളുടെ ദിനങ്ങളാണ് ഇനി ഏപ്രിൽ 15 വരെയുള്ളത്. ഈ ആഘോഷങ്ങൾ എന്നുള്ളത് ഇന്ത്യയുടെ വൈവിധ്യത്തിലുള്ള ഇന്ത്യയുടെ ഏകത്വത്തിന്റെ പ്രതിഫലനമാണ് എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. ഏപ്രിൽ 15 വരെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ ആഘോഷങ്ങൾ നടന്നുവരികയാണ്. പുതുവർഷം അല്പസമയത്തിനകം എത്തിച്ചേരും. ഇന്നു മുതൽ ചൈത്ര നവരാത്രി ആരംഭിക്കുകയാണ്. ഇന്ത്യൻ പുതുവർഷത്തിനുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി പറഞ്ഞു. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഐക്യത്തിന്റെ ആത്മാവിന് ശക്തി പകരുന്നതാണ് ഈ ആഘോഷങ്ങൾ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം തന്നെ സമഗ്ര മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ ഈ 120ാം എപ്പിസോഡിലും അദ്ദേഹം സംസാരിച്ചത്. വേനൽക്കാല അവധിക്കാലത്തിന് തയ്യാറാക്കിയ മൈ ഭാരത് പ്രത്യേക കലണ്ടറിനെ കുറിച്ച് താൻ തന്റെ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ 7-8 വർഷത്തിനിടയിൽ ടാങ്കുകൾ, കുളങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് ജല റീചാർജ് മാർഗങ്ങളിലൂടെ 11 ബില്യൺ ക്യൂബിക് മീറ്ററിലധികം വെള്ളം സംരക്ഷിക്കാൻ കഴിഞ്ഞുവെന്നും ഒപ്പം തന്നെ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് സമാപിച്ചു. കളിക്കാർ അവരുടെ സമർപ്പണവും കഴിവും കൊണ്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഈ ഖേലോ ഇന്ത്യ ദേശീയ പാരാ ലിഫ്റ്റിംഗിൽ റെക്കോർഡോടെ സ്വർണം നേടിയ മലയാളിയായ ജോബി മാത്യുവിനെ അഭിനന്ദിച്ചു. സമഗ്രമായ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരിപാടി പുരോഗമിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ വിവരങ്ങൾ നൽകിയത്.